റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പോറ്റി രാജ്യാന്തര വിഗ്രഹക്കടത്തിന്റെ ഭാഗമെന്ന് സംശയം പ്രകടിപ്പിച്ച് ഹൈക്കോടതി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ളവയുടെ പകർപ്പ് നിർമ്മിച്ച് രാജ്യാന്തര മാർക്കറ്റിൽ എത്തിക്കാൻ ശ്രമിച്ചു. ഇത് വൻവിലയ്ക്ക് വിൽക്കാനായിരുന്നു ശ്രമമെന്നും കോടതി സംശയം പ്രകടിപ്പിച്ചു. കുപ്രസിദ്ധ രാജ്യാന്തര കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂറിന്റെ പദ്ധതികളുമായി സാമ്യമുണ്ടെന്നും കോടതി ആഞ്ഞടിച്ചു. സംശയിക്കുന്നു. ശ്യാം ദേവരാജ് ചേരുന്നു വിശദാംശങ്ങളുമായി. ശ്യാം, രാജ്യാന്തര കടത്താണ് കോടതി സംശയിക്കുന്നത്. അത് ചെറിയൊരു കാര്യമല്ല. ഇതങ്ങനെ കേരളത്തിലോ ഇന്ത്യയിലോ ഒന്നും എത്തി നിൽക്കുന്നതല്ല. അതിനപ്പുറത്തേക്ക് ചിലതുണ്ടെന്ന് സംശയിക്കുകയാണോ കോടതി? എന്തൊക്കെയായിരുന്നു കോടതിയുടെ പരാമർശം? ആരൊക്കെ പ്രതിക്കൂട്ടിലാകുന്നു? റോഷ്നി, ഇതിൽ അങ്ങേറ്റം ഗൗരവതരമായ സംശയങ്ങളാണ് അല്ലെങ്കിൽ മുന്നറിയിപ്പാണ് ഹൈക്കോടതി നൽകുന്നത്. സുഭാഷ് ചന്ദ്ര കപൂർ എന്ന രാജ്യാന്തര വിഗ്രഹക്കടത്തുകാരൻ, കള്ളക്കടത്തുകാരൻ, ഇയാൾ ഏറ്റവും ഒടുവിൽ 2022 തമിഴ്നാട് കുംഭകോണം കോടതി ശിക്ഷിക്കപ്പെട്ടയാളാണ്. ഈ ദക്ഷിണേന്ത്യയിൽ നിന്ന് ഏതാണ്ട് 19ലധികം വിഗ്രഹങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയി വിദേശത്തേക്ക് കടത്തി വിറ്റു കോടികൾ സമ്പാദിച്ചു എന്ന കേസിലാണ് ഇദ്ദേഹം ശിക്ഷിക്കപ്പെട്ടത്. ഏതാണ്ട് $100 മില്യൺ തുകയുടെ വ്യാപാരമാണ് ഇയാൾ നടത്തിയിട്ടുള്ളതെന്നടക്കമാണ് കണ്ടെത്തിയത്. അതായത് അയാൾ നടത്തുന്ന ആ കൊള്ളക്കാരൻ നടത്തുന്ന ആ പ്രവൃത്തിക്ക് സമാനമായ രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഇടപെട്ടത് എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. പ്രത്യേകിച്ചും ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളികൾ, അതിന്റെ വാതിൽ, ഒപ്പം ഈ താങ്ങുപീഠം ഉൾപ്പെടെയുള്ള ആർട്ടിഫാക്ട്സ്, അതായത് ഈ അമൂല്യ വസ്തുക്കൾ അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കപ്പെടുന്ന വിഗ്രഹം പോലെയുള്ള വസ്തുക്കൾ, ഇത്തരം കാര്യങ്ങൾ, ഇതിന്റെ എല്ലാം റെപ്ലിക്ക, അതായത് പകർപ്പ് തയ്യാറാക്കി, അതിന്റെ അളവെടുത്തു, അത് തയ്യാറാക്കി. ഇത് സ്വാഭാവികമായും ഇതിന്റെ അളവെടുത്താൽ, ഇത് തയ്യാറാക്കിയാൽ അത് വെച്ച് ഇതിന്റെ പകർപ്പ് നിർമ്മിക്കാൻ കഴിയും. ഈ പകർപ്പ് നിർമ്മിച്ച് വിദേശത്തേക്ക് കടത്തുകയും അതുവഴി വിലമതിക്കാനാകാത്ത അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വൻതുക അതിന് പ്രതിഫലമായി കൈപ്പറ്റുക, അങ്ങനെ കോടികൾ സമ്പാദിക്കുക. ഇതാണ് സുഭാഷ് ചന്ദ്ര കപൂറിന്റെ ഒരു മോഡസ് ഓപ്പറാൻഡി. ഈ രീതിയിലാണ് അയാൾ കള്ളക്കടത്ത് നടത്തുന്നതും ധനസമ്പാദനം ചെയ്യുന്നതും. അങ്ങനെ അതിന്റെ ഭാഗമായാണോ ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിലെ രാജ്യാന്തര വിഗ്രഹക്കടത്തിന്റെ ഭാഗമായാണ് ശബരിമലയിൽ സംഭവിച്ച ഇത്തരം കാര്യങ്ങൾ എന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് സംശയിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ളവയുടെ പകർപ്പെടുത്തത് ഇതിനു വേണ്ടിയാണ്. ഇതിന്റെ പകർപ്പ് നിർമ്മിച്ച രാജ്യാന്തര മാർക്കറ്റിൽ എത്തിക്കാൻ ശ്രമിച്ചു. ഇത് വൻവിലയ്ക്ക് വിൽക്കാനായിരുന്നു ശ്രമം. സമഗ്രമായി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചായിരുന്നു ഈ പകർപ്പ് എടുത്തത് എന്ന കാര്യവും കൂടി ഹൈക്കോടതി സംശയിക്കുന്നു. രാജ്യാന്തര ശൃംഖലയുടെ ഭാഗമായുള്ള കള്ളക്കടത്തുകാരുടെ പദ്ധതിയാണിത് എന്നുകൂടി ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകുന്നു. കുപ്രസിദ്ധനായ രാജ്യാന്തര കള്ളക്കടത്തുകാരൻ സുഭാഷ് ചന്ദ്ര കപൂറിന്റെ പദ്ധതികളുമായി സാമ്യമുണ്ട് എന്നുകൂടി ഹൈക്കോടതി ഇന്ന് ഈ ഇടക്കാല ഉത്തരവിൽ നിരീക്ഷിക്കുക കൂടി ചെയ്യുകയാണ്. അതിനപ്പുറത്താണ് ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഇതിന്റെ ഇടക്കാല ഉത്തരവിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: 2025 ജൂലൈ മാസം 28 വരെയുള്ള മിനിറ്റ്സ് ക്രമരഹിതമാണ്. സെപ്റ്റംബറിൽ ദ്വാരപാലക പാളി കൊണ്ടുപോയ സമയത്തും മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തുന്നതിൽ വലിയ വീഴ്ച വരുത്തി. ദ്വാരപാലക ശില്പങ്ങളുടെയും വാതിലിന്റെയും പകർപ്പ് സൃഷ്ടിക്കാനുള്ള അളവെടുക്കാൻ നന്ദൻ എന്ന ആശാരിയെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് നിയോഗിച്ചത്. അങ്ങനെ ഈ നന്ദൻ ശബരിമലയിലെത്തുന്നു. അത് നട തുറന്നിരിക്കുന്ന സമയത്താണ്. മേൽശാന്തിയുടെ അടക്കം സാന്നിധ്യത്തിലാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളി, വാതിൽപ്പാളിയുടെ, ദ്വാരപാലക ശില്പങ്ങളുടെ ഒക്കെ അളവെടുക്കുന്നത്, താങ്ങുപീഠത്തിന്റെ അടക്കം അളവെടുക്കുന്നത്. ഈ അളവെടുപ്പ് ദേവസ്വം ബോർഡിന്റെ രേഖാമൂലമുള്ള അനുമതി ഇല്ലാതെയായിരുന്നു എന്ന കാര്യവും കൂടി ഹൈക്കോടതി കണ്ടെത്തുന്നുണ്ട്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഇടപാടുകൾ സംശയകരമാണ് എന്ന് ഈ ഘട്ടത്തിൽ ഇതിന്റെ കൂടി സാഹചര്യത്തിലാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. വിശ്വാസ്യതയില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ വിശ്വസിച്ചത് എന്തിന് എന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം. ചെന്നൈയിലെത്തിയ സമയത്ത് ദേവസ്വം ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആതിഥ്യം സ്വീകരിച്ചിരുന്നോ എന്ന ചോദ്യവും കൂടി ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. 2025 സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാൻ അടിയന്തര സാഹചര്യം സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് ഹൈക്കോടതി അടുത്തതായി നിരീക്ഷിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവും ദേവസ്വം ബോർഡിന്റെ മാനുവലും ലംഘിച്ചുവെന്ന് നേരത്തെ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അങ്ങനെ ലംഘിക്കുന്നത്, ഹൈക്കോടതിയെ അറിയിക്കാതെ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നത് ഇതിന്റെ ഈ കള്ളക്കടത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ രാജ്യാന്തര ശൃംഖലയുടെ ഭാഗമായുള്ള ശ്രമമാണോ എന്നാണ് കോടതി സംശയിക്കുന്നത്.
ഇത് ബോർഡ് അധികൃതർ മനഃപൂർവ്വമായി ലംഘിച്ചുവെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. മാത്രമല്ല ശ്യാം, ഇതിൽ നിർണായകമായത് നമുക്കറിയാമല്ലോ, ഈ നിലവിലുള്ള ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. അതാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരാമർശങ്ങളിൽ അടക്കം ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ദേവസ്വം ബോർഡ് ബോധപൂർവം ഹൈക്കോടതി ഉത്തരവും ദേവസ്വം മാനുവലും ലംഘിച്ചുവെന്ന് ഹൈക്കോടതി തന്നെ നിരീക്ഷിക്കുമ്പോൾ അതേറെ ഗുരുതരമല്ലേ? സെപ്റ്റംബറിൽ ഈ ദ്വാരപാലക പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയ സമയത്ത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. ഞാൻ ഓർക്കുന്നു, ഹൈക്കോടതി തന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങളൊന്നും അത് ഒക്കെ കടലാസിൽ എഴുതി വെക്കുന്ന രീതിയാണ്, കൃത്യമായ ഒരു ഡാറ്റ അത് കൃത്യമായി സൂക്ഷിച്ചിട്ടില്ലെന്ന് ഹൈക്കോടതി നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാര്യം മിനിറ്റ്സിൽ തന്നെ ഇല്ല. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാൻ അടിയന്തര സാഹചര്യം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതൊക്കെ എത്രത്തോളം ഗുരുതരമാണെന്ന് കോടതി മനസ്സിലാക്കുകയാണ് ശ്യാം, അല്ലേ? റോഷ്നി, അങ്ങനെ തന്നെയാണ്. കോടതി ഇതെല്ലാം പ്രത്യേകിച്ചും SIT ഇന്ന് നൽകിയ രണ്ടാമത്തെ ഇടക്കാല അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കൂടി പരിശോധിച്ചാണ് ഹൈക്കോടതി ഈ രീതിയിലുള്ള നിഗമനങ്ങളിലേക്ക്, സംശയങ്ങളിലേക്ക്, മുന്നറിയിപ്പുകളിലേക്ക് ഒക്കെ എത്തുന്നത്. അതായത് 2025 ജൂലൈ മാസം 28 വരെയുള്ള ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സുകളിൽ, രേഖകളിലൊന്നും കൃത്യതയില്ല, അതിലെല്ലാം ക്രമരാഹിത്യമുണ്ട് എന്നാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെയും സംശയം പ്രകടിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരുടെ ഇത്തരം ഇടപെടലുകൾ ഒക്കെ കോടതി സംശയകരമായി തന്നെ കാണുകയും ചെയ്യുന്നത്. അതൊരു രാജ്യാന്തര ശൃംഖലയുടെ ഭാഗമായുള്ള ശ്രമമാണോ? അതായത് ഇതിന്റെ എല്ലാം പകർപ്പെടുക്കുന്നു, റെപ്ലിക്ക നിർമ്മിക്കുന്നു, അതുവഴി ഈ ശബരിമലയിലുള്ള വിഗ്രഹത്തിന്റെ പകർപ്പ് നിർമ്മിക്കുന്നു, അത് വിദേശത്തേക്ക് കടത്തുന്നു, അത് കോടികൾ അതുവഴി നേടുന്നു. അങ്ങനെയുള്ള ഒരു വലിയ രാജ്യാന്തര പദ്ധതിയുടെ ഭാഗമായിരുന്നോ ഇത് എന്നാണ് അന്വേഷിക്കാൻ വേണ്ടി ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നത്. അതിനൊപ്പമാണ് ഈ ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതി ഈ രീതിയിൽ ഇതിന്റെ എല്ലാം രേഖകൾ സൂക്ഷിക്കാത്തതിന്, മിനിറ്റ്സ് സൂക്ഷിക്കാത്തതിന്, മാസ കൃത്യമല്ലാത്തതിനെല്ലാം ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനവും കൂടി ഉന്നയിക്കുന്നത്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഈ ചെയ്ത പ്രവൃത്തികൾ നിലവിൽ അവർക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 2019 നടന്ന ക്രൈമാണ്, കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അവർക്കെതിരെ അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കണം എന്നാണ് SITക്ക് ഇന്ന് ഹൈക്കോടതി ദേവസ്വം വെച്ച് നൽകിയ ഇടക്കാല ഉത്തരവിലൂടെ നൽകിയ നിർദ്ദേശം. ശരി, അതാണ് കോടതി ഇന്ന് നിരീക്ഷിച്ച കാര്യങ്ങളുടെ വിശദാംശങ്ങളാണ് ശ്യാം ദേവരാജ് നൽകിയത്.